ദൈവനാമം ബോധപ്പെടുവാനായിട്ട് കഴിഞ്ഞ 4 കടുത്ത ദിവസങ്ങളിൽ അവരുടെ ദൈവജനത്തോട് ചേർന്ന് എനിക്കും കർത്താവിനാരാധന കർത്തമേശയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. ഇന്നിവിടെ വന്നു ദൈവജനത്തോട് ചേർന്ന് കർത്താവിൻ്റെ ആരാധന ലഭിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആളുകളെ ബന്ധത്തിൽ ഒരു കാര്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-4-5 വർഷങ്ങളായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 3-4 ഉൾപ്പെടപ്പ് വെന്തുപോയിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്ന യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടുപ്പിന്റെ നടുവെന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായ ഭൂമിയാകിയാൽ കാലിന്റെ ചെരുപ്പ് വലിച്ചു. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മോശെ തന്റെ അമ്മായിപ്പനായ യെത്രോയുടെ ആടുകൾ മേയിച്ച് ഹോരബിന്റെ വളത്തിനപ്പുറം ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. മോശെ അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ് മോശം കണ്ടത്. കാരണം ഉൾക്കൊടുപ്പ് കത്തുക, വെന്തു പോകാതിരിക്കുക. തികച്ചും ന്യായമായ രീതിയിൽ മോശയ്ക്ക് ചെന്ന് നോക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടായേക്കാം. അതാണ് മോശ ചെയ്തത്. മോശ അങ്ങോട്ട് അടുത്ത് ചെന്നപ്പോൾ ഉൾപ്പെടുപ്പിൽ നിന്ന് ദൂതന്റെ ശബ്ദം മോശ കേൾക്കുകയുണ്ടായി. ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകിയാൽ എന്റെ കാലം ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യമുള്ള സ്ഥലമല്ല, വിശുദ്ധമാണ്. അവിടെ അശുദ്ധി ഒട്ടും വരാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ. മോശ വിചാരിച്ചോ ഞാൻ ഭൂമിയിലാണ് നിൽക്കുന്നു, മരുഭൂമിയിലാണ് നിൽക്കുന്നത്, എന്താണ് വിശുദ്ധം എന്നുള്ളത്. എന്നാൽ ദൈവസാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമുള്ള സ്ഥലമാണ്, ശുദ്ധമായ സ്ഥലമാണ്, കാലം ചെയ്യപ്പെടുക. പിന്നെ ദൈവം മോശയോട് പറഞ്ഞത്, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ആണ് ഞാൻ ഇസ്രായേലിന്റെ നിലവിളി അവിടെ നിന്ന് കേട്ടു. അവർ രക്ഷിപ്പാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് മോശയോട് പറഞ്ഞു. ഈ മക്കളെ കേട്ട് മോശം നിൽക്കുക. എന്നാൽ പിന്നെ ദൈവം മോശയോട് പറഞ്ഞത്, അവരെ വിടിയിപ്പാനായിട്ട് ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മോശ അമ്പലത്തിൽ പോയി കാണും. കാരണം ആടുകളെ മേയിച്ചത് മനുഷ്യൻ 400 ചില്ലാൻ വർഷം അടികളായിരുന്ന ഇസ്രായേലിനെ വിടിയിപ്പാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മോശയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. മോശയെ നിയോഗിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, അവിടെ ചെന്ന് അവരോട് പറയണം, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിങ്ങളുടെ പിതാവായ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയണം. അപ്പോൾ മോശ ചോദിക്കുന്നുണ്ട്. അവർ എന്നോട് ചോദിക്കും, അവന്റെ നാമം എന്താണെന്ന്. അപ്പോൾ അതിന്റെ 14-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്ന നീ അവരോട് പറയാം എന്ന് പറഞ്ഞാൽ, ഞാനാകുന്നു പറഞ്ഞാൽ മാറ്റമില്ലാത്ത ദൈവമാണ്. ഈ ലോകത്തിൽ അനേകം പേർ സ്വയമായിട്ട് ദൈവമെന്ന് അവർ സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, അതെല്ലാം ഒടിനേറ്റുകൾ. എന്നാൽ മാറ്റമില്ലാത്തവനായ ദൈവം, ആ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റമില്ല. ഞാൻ ഇന്നും എന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ആ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആ ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നവരോട് പറയണം. ദൈവങ്ങളെ നാം കൂടി കൂടിയിരിക്കുന്നത് മാറ്റമില്ലാത്ത സർവശക്തനായ സർവലഭനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അത് അനുഭവിക്കാൻ തക്കൊണ്ട് നമുക്ക് യാതൊരു യോഗ്യത ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടുത്തെ കാലക്കൂശിലെ യാഗം നടത്താൻ നമുക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യം, ആ മക്കളാവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു വന്ന് നമ്മുടെ വീണ്ടുവെപ്പാൻ ആരാധിക്കാനും അവന് മുമ്പിൽ വീണ്ടുകൊണ്ട് സാക്ഷാ പ്രണാമം ചെയ്യാൻ നമുക്ക് അവസരിച്ചിരിക്കുകയാണ്. ആ ദൈവം വിശ്വസിച്ചോർത്ത് മാറ്റമില്ലാത്ത ദൈവത്തെ നമുക്ക് ഒന്നു ചേർന്ന് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അതിന് വേണ്ടി നാം എടുത്തുകൊടുക്കണം.